നമോ ഭഗവതേ വാസുദേവായ. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹനുമാൻ സ്വാമിയും ദേവർഷിയുടെ കൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങി. വിപഞ്ചികയിൽ രാമനാമം മധുരമായി ആലപിച്ചുകൊണ്ട് ഹനുമാൻ സ്വാമിയെ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ട് ദേവതകളും ദേവന്മാരും മഹർഷികളും ആശ്ചര്യഭരിതരായി നോക്കി നിന്നു. ദ്വാരകയിലെത്തിയപ്പോൾ അവിടെയുള്ള ഉദ്യാനത്തിൽ ഹനുമാനെയും കൊണ്ട് മഹർഷി പ്രവേശിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനോട് ഹനുമാനെ കൊണ്ടുവന്ന വിവരം പറയാൻ മഹർഷി ഭഗവാന്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി. രാമനാമം നിലച്ചപ്പോൾ ഹനുമാൻ കണ്ണു തുറന്നു നോക്കി. ഇത് കദളി വനമല്ലല്ലോ, ഇതേതാണ് സ്ഥലം എന്നറിയാതെ ഹനുമാൻ വിഷമിച്ചു. ഏതോ മായാശക്തിയാൽ തന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആരായാലും അവരെ നശിപ്പിക്കാതെ തനിക്ക് ഉറക്കമില്ല. ഇത്രയും ചിന്തിച്ച് വായുസുതൻ അവിടെയുള്ള വൃക്ഷങ്ങളും ലതകളും പൂക്കളുമെല്ലാം അടിച്ചൊടിക്കാൻ തുടങ്ങി. തങ്ങളുടെ ഉദ്യാനമെല്ലാം നശിപ്പിക്കുന്ന ഈ മർക്കടൻ എവിടെ നിന്ന് വന്നു? ഉടൻ തന്നെ ഉദ്യാനപാലകർ ഹനുമാനെ ഓടിക്കാൻ ആയുധങ്ങളുമായി എത്തി. നിഷ്പ്രയാസം ഹനുമാൻ അവരെയെല്ലാം അടിച്ചോടിച്ചു. വിവരം കാട്ടുതീ പോലെ പടർന്നു. ദ്വാരകയിലെ ഉദ്യാനമെല്ലാം ഒരു വാനരൻ തല്ലിച്ചതക്കുന്നു. വൃദ്ധനാണെങ്കിലും അസാമാന്യ വലിപ്പവും ശക്തിയുമുണ്ടവന്. ഇത് കേട്ടപ്പോൾ ദ്വാരകയിലെ ഭടന്മാരും ജനങ്ങളും ഉദ്യാനത്തിലെത്തി ഹനുമാനോട് ഏറ്റുമുട്ടി. അവരെയെല്ലാം ഹനുമാൻ നല്ല പ്രഹരങ്ങളേൽപ്പിച്ചു ഓടിച്ചു വിട്ടു. എല്ലാവരും ഉടൻ തന്നെ ബലരാമസന്നിധിയിലെത്തി വിവരങ്ങൾ ബലരാമസ്വാമിയെ അറിയിച്ചു. ബലരാമൻ ഇത് വിശ്വസിക്കാനായില്ല. കേവലം ഒരു വൃദ്ധവാനരൻ നമ്മുടെ ഭടന്മാരെയെല്ലാം അടിച്ചോടിച്ച് ഉദ്യാനമെല്ലാം തല്ലിത്തകർക്കുന്നു. ഉടൻ തന്നെ ബലരാമൻ ഗരുഡനെ വിളിച്ചു. അവിടെ ഉണ്ടായ സംഭവമെല്ലാം ഗരുഡനോട് പറഞ്ഞു. നീ ഉടൻ തന്നെ പോയി ആ വാനരനെ നിന്റെ കൊക്കിൽ കൊത്തിയെടുത്ത് ഇവിടെ വരണം. ഞാൻ പോയാൽ ചിലപ്പോൾ അവൻ എന്നെ കണ്ടാൽ ഓടിക്കളയും. നീ അവനെ ഇവിടെ എത്തിച്ചാൽ ഞാനവന് തക്കതായ ശിക്ഷ കൊടുക്കും. ബലരാമസ്വാമിയുടെ ആജ്ഞ ശിരസാ വഹിച്ച് ഗരുഡൻ ഹനുമാനെ കൊത്തിയെടുക്കാൻ ഉദ്യാനത്തിലേക്ക് പറന്നു. അവിടെ എത്തി ഗരുഡൻ ഹനുമാനോട് ഏറ്റുമുട്ടി. കേവലം കുറച്ച് പ്രഹരങ്ങൾ ഹനുമാനിൽ നിന്ന് ഏറ്റപ്പോൾ തന്നെ ഗരുഡൻ ചോര ഛർദ്ദിച്ച് ബോധം കെട്ട് വീണു. ബോധം വന്നപ്പോൾ ഗരുഡന് പറക്കാൻ പറ്റിയില്ല. ചിറകൊടിഞ്ഞതുപോലെ തോന്നി. ഗരുഡൻ ശ്രീകൃഷ്ണസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് കുറച്ചു നേരം കിടന്നു. ഗരുഡനും കൂടി പരാജയപ്പെട്ടപ്പോൾ ജനങ്ങൾ ബലരാമസ്വാമിയുടെ സന്നിധിയിലെത്തി വിവരങ്ങൾ അദ്ദേഹത്തോട് ഉണർത്തിച്ചു. ബലരാമസ്വാമിക്ക് ഇതൊട്ടും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ദേവലോകം പോലും കീഴടക്കിയ ഗരുഡനെ ഒരു വൃദ്ധവാനരൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ബലരാമൻ ചിന്തിച്ചു, ആരായിരിക്കും ഈ അസാമാന്യ ശക്തിയുള്ള വാനരൻ? ഒരുപക്ഷേ താൻ മുമ്പേ കാലപുരിക്കയച്ച വിവിധൻ എന്ന വാനരൻ്റെ ബന്ധുവോ മറ്റോ ആയിരിക്കും. ഏതായാലും ബലരാമൻ തൻ്റെ ഹലായുധവുമായി ഉദ്യാനത്തിലേക്ക് തിരിച്ചു. ബലരാമൻ വരുന്നത് ദൂരെ നിന്ന് തന്നെ കണ്ട ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി ബലരാമൻ്റെ നേരെ പാഞ്ഞടുത്തു. ബലരാമനും ഹനുമാനും തമ്മിൽ അതിഗംഭീരമായ യുദ്ധം നടന്നു. അവസാനം ഹനുമാൻ്റെ പ്രഹരമേറ്റ് ബലരാമൻ വീണു.
അപ്പോൾ അവിടെയുണ്ടായിരുന്ന ഭടന്മാരും ജനങ്ങളും ശ്രീകൃഷ്ണ സന്നിധിയിലേക്ക് കുതിച്ചു. ആ സമയം ഭഗവാൻ രുക്മിണി ദേവിയോടൊത്ത് കൊട്ടാരത്തിൽ ചൂത് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ജനങ്ങളുടെ ആരവവും കോലാഹലവും കേട്ടപ്പോൾ ഭഗവാൻ കൊട്ടാരത്തിന് പുറത്തേക്ക് വന്നു. എല്ലാവരും പരിഭ്രാന്തരായിരുന്നു. ഭഗവാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും പരിഭ്രാന്തരായിരിക്കുന്നതിന് കാരണം എന്താണ്? അപ്പോൾ അവർ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ഭഗവാനോട് ഉണർത്തിച്ചു. ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ജ്യേഷ്ഠനെ കൂടി പരാജയപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവനൊരു സാധാരണ വാനരൻ ആയിരിക്കുകയില്ല. ഹനുമാൻ ചിരഞ്ജീവിയാണ്. ത്രേതായുഗത്തിലെ ശ്രീരാമഭക്തനായ ഹനുമാൻ ആയിരിക്കാം അത്. അവന് ശ്രീരാമസ്വാമിയോടല്ലാതെ മറ്റാരോടും യാതൊരു വിധേയത്വവുമില്ല. അതുകൊണ്ട് ഞാൻ പോയാൽ കൂടി അവൻ അനുസരിക്കണമെന്നില്ല. കുറച്ചു നേരം ഭഗവാൻ ആലോചനാമഗ്നനായി. പിന്നീട് ഒരു ദൂതനെ അയച്ച് സത്യഭാമദേവിയെ ഉടൻ തന്നെ തൻ്റെ കൊട്ടാരത്തിലേക്ക് വരുവാൻ ആവശ്യപ്പെട്ടു. ഭഗവാന്റെ സന്ദേശം കിട്ടിയ ഉടൻ തന്നെ സത്യഭാമ ഭഗവാന്റെ അടുത്തെത്തി തന്നെ അത്യാവശ്യമായി വിളിക്കാനുണ്ടായ കാരണം എന്തെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഭഗവാൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം ദേവിയെ വിശദമായി ധരിപ്പിച്ചു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ഭാമേ, ദേവി ഉടൻ തന്നെ അന്തഃപുരത്തിൽ പോയി ത്രേതായുഗത്തിലെ ശ്രീരാമൻ്റെ പത്നിയായ സീതാദേവിയായി വേഷം മാറി ഇവിടെ എത്തണം. ഞാൻ ഉടൻ തന്നെ ശ്രീരാമസ്വാമിയായി വേഷം മാറുന്നതാണ്. സ്വതവേ തന്നെ കൃഷ്ണപത്നിമാരിൽ താനാണ് ഏറ്റവും സുന്ദരിയും കാര്യപ്രാപ്തിയുമുള്ളവളും എന്ന ധാരണ വെച്ചു പുലർത്തുന്ന ഭാമിയോട് രുക്മിണി ദേവിയുടെയും മറ്റുള്ള പത്നിമാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത് പറയുകയും കൂടി ചെയ്തപ്പോൾ താൻ ഭൂമിയിലൊന്നുമല്ല നിൽക്കുന്നതെന്ന് ഭാമിക്ക് തോന്നി. ഇതോടെ ഭാമിയുടെ അഹങ്കാരം 10 മടങ്ങ് വർദ്ധിച്ചു. സീതാദേവിയെ വേഷം മാറാൻ ഭാമ ഉടൻ തന്നെ അന്തഃപുരത്തിലേക്ക് പോവുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞ് സത്യഭാമ സീതാദേവിയെ വേഷം മാറി ശ്രീകൃഷ്ണ സന്നിധിയിലെത്തി. ഭാമയുടെ സീതാവേഷം കണ്ടപ്പോൾ ഭഗവാന് പരിതാപമാണ് തോന്നിയത്. ഇടതൂർന്ന മുടി അലസമായി അഴിച്ചിട്ട് മുഖത്ത് കൃത്രിമ ദുഃഖം വരുത്തി ശരീരമാസകലം അഴുക്കു പുരട്ടി ഒരു പ്രാകൃത രൂപിണിയെപ്പോലെ തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഭാമയോട് ഭഗവാൻ ചോദിച്ചു, ഭാമേ, ഇതാണോ സീതാദേവി? ഈ പ്രാകൃത വേഷമാണോ സീതാദേവിക്ക്? കഷ്ടം ഭാമേ, നിനക്ക് സീതാദേവിയാകാൻ കഴിയില്ല. സൗന്ദര്യം കൊണ്ട് ഭർത്താവിൻ്റെ മനസ്സിലെ സീതാദേവിയാകാൻ നിനക്ക് പറ്റില്ല. ഭാമയുടെ അഹങ്കാരം മാറ്റാൻ മറ്റെല്ലാ പത്നിമാരുടെയും മുമ്പിൽ വെച്ചാണ് ഭഗവാൻ ഇത് പറഞ്ഞത്. ഉടൻ തന്നെ ഭഗവാൻ രുക്മിണി ദേവിയെ വിളിച്ച് പറഞ്ഞു, ദേവി ഉടൻ തന്നെ ത്രേതായുഗത്തിലെ സീതാദേവിയായി മാറണം. ഭഗവാൻ ഇത് പറഞ്ഞ ഉടൻ തന്നെ രുക്മിണി ദേവി അന്തഃപുരത്തിലേക്കൊന്നും പോയില്ല. ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് അദ്ദേഹത്തിന് 3 പ്രദക്ഷിണം ചെയ്തു. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിച്ചു, നാഥ, ഞാൻ പരിവ്രതയും പരിശുദ്ധയുമാണെങ്കിൽ അങ്ങയുടെ മനസ്സിലുള്ള സീതാദേവിയായി മാറട്ടെ. ആശ്ചര്യം, 3ാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞപ്പോഴേക്കും രുക്മിണി ദേവി സീതാദേവിയായി മാറി. അല്ലെങ്കിലും സാക്ഷാൽ ലക്ഷ്മി ദേവി തന്നെയാണല്ലോ സീതാദേവിയായും രുക്മിണി ദേവിയായും അവതരിച്ചത്. ശ്രീകൃഷ്ണനും രുക്മിണി ദേവിയും ശ്രീരാമസ്വാമിയായും സീതാദേവിയായും
മാറിയതിനു ശേഷം ഹനുമാൻ സ്വാമിയെ കാണാൻ ഉദ്യാനത്തിലേക്ക് തിരിച്ചു. ശ്രീരാമസ്വാമിയും സീതാദേവിയും വരുന്നത് ദൂരെ നിന്ന് കണ്ട ഹനുമാൻ ആനന്ദാശ്രുക്കളോടെ അവരുടെ സമീപത്തേക്ക് ഓടിയണഞ്ഞ് അവരെ സാഷ്ടാംഗം നമസ്കരിച്ചു. പിന്നെ ഹനുമാൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സ്വാമി, ഞാൻ എത്രയോ കാലമായി അങ്ങയെ കാണാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നാണ് അത് സഫലമായത്. ഞാൻ കദളീവനത്തിൽ രാമനാമം ജപിച്ചുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു. അങ്ങയെ കാണാനുള്ള ഭാഗ്യം കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അറിയാതെ ഞാൻ ഉദ്യാനമെല്ലാം തല്ലിച്ചതച്ചു. എന്നോട് എതിർക്കാൻ വന്ന ഭടന്മാരെയെല്ലാം ഞാൻ അടിച്ചോടിച്ചു. സ്വാമി, അറിയാതെ പറ്റിയ ഈ അപരാധത്തിന് എന്നോട് ക്ഷമിച്ചാലും. രാമൻ പറഞ്ഞു, ഹേ വായുപുത്ര, നിന്റെ അനന്യമായ ഭക്തിയിൽ ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നിന്നെ കാണാൻ ഞാനും കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ഹനുമാനെ ആലിംഗനം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഹനുമാനോട് പറഞ്ഞു, ഹേ വായുപുത്ര, ഇത് ത്രേതായുഗമല്ല. അന്ധമായ രാമഭക്തി കാരണം താങ്കൾ യുഗങ്ങൾ പോലും മാറിയത് അറിഞ്ഞില്ല. ഇത് ദ്വാപരയുഗമാണ്. ചിരഞ്ജീവിയാകുവാനുള്ള വരമുള്ളതുകൊണ്ട് ഹേ വായുനന്ദന, അങ്ങിപ്പോഴും ജീവിച്ചിരിക്കുന്നു. സാക്ഷാൽ മഹാദേവൻ്റെ അംശാവതാരമായ താങ്കളും ത്രേതായുഗത്തിലെ ശ്രീരാമസ്വാമിയെ സഹായിക്കാൻ അവതരിച്ചതാണല്ലോ. പരബ്രഹ്മമായ എൻ്റെ ഒരു രൂപം മാത്രമാണ് ത്രേതായുഗത്തിലെ രാമരൂപം. ധർമ്മം രക്ഷിക്കാനും അധർമ്മം നശിപ്പിക്കാനും എനിക്ക് പല പല അവതാരങ്ങളും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ദ്വാപരയുഗമാണ്. ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ ശ്രീകൃഷ്ണനായി അവതരിച്ചു. എന്നിൽ നിന്ന് തന്നെയാണ് എല്ലാം ഉണ്ടായത്. അന്ത്യത്തിൽ എല്ലാം എന്നിൽ തന്നെ ലയിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ഇന്ദ്രനീലവർണ്ണമുള്ള ശ്രീകൃഷ്ണനായി മാറി. സീതാദേവി രുക്മിണി ദേവിയായും മാറി. ഭഗവാൻ പറഞ്ഞു, ഞാനെൻ്റെ കൃഷ്ണരൂപത്തിലുള്ള ദ്വാപരയുഗത്തിലെ ദൗത്യം നിർവഹിച്ച് ഭൂമിയിൽ നിന്ന് മടങ്ങുന്നതോടെ ഇവിടെ കലിയുഗം തുടങ്ങും. ഹേ വായുപുത്ര, യുഗങ്ങളിൽ വെച്ചേറ്റവും അധർമ്മം നടക്കുന്നത് കലിയുഗത്തിലാണ്. കലിയുഗത്തിൻ്റെ ദൈർഘ്യം 1200 ദേവവർഷമാണ്. അതായത് മനുഷ്യവർഷം 4,32,000 വർഷം. കലിയുഗത്തിൻ്റെ അവസാന കാലത്ത് ഞാൻ വീണ്ടും ഖൽഗിയായി അവതരിച്ച് അധർമ്മികളെ നശിപ്പിക്കും. സത്യം മനസ്സിലാക്കിയ ഹനുമാൻ ഭഗവാൻ ശ്രീകൃഷ്ണനെയും രുക്മിണി ദേവിയും സാഷ്ടാംഗം നമസ്കരിച്ച് അവരുടെ അനുവാദത്തോടെ കദളീവനത്തിലേക്ക് യാത്രയായി. രുക്മിണി ദേവി കൊട്ടാരത്തിലേക്കും പോയി. ഭഗവാൻ ശ്രീകൃഷ്ണൻ വീണുകിടക്കുന്ന തൻ്റെ ജ്യേഷ്ഠൻ്റെയും ഗരുഡൻ്റെയും സമീപത്തെത്തി. മാധവനെ കണ്ട ഉടൻ ബലരാമൻ സങ്കടത്തോടെ പറഞ്ഞു, മാധവ, എനിക്കെല്ലാം മനസ്സിലായി. അഹങ്കാരം വളരുന്നിടത്ത് നാശം വരുമെന്ന് നീ എന്നെ പഠിപ്പിച്ചു. അപ്പോൾ കൃഷ്ണൻ ആശ്വസിപ്പിച്ചു, ജ്യേഷ്ഠന് ഒരു പരാജയവും സംഭവിച്ചിട്ടില്ല. ഇത് കാലഗതി മാത്രമാണ്. ഗരുഡൻ്റെയും സത്യഭാമയുടെയും അഹങ്കാരം ഭഗവാൻ വളരെ തന്ത്രപരമായി ഇല്ലാതാക്കി. മാധവനെപ്പറ്റി ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റുകയില്ല. മാധവൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് അറിയുന്ന നാരദ മഹർഷിയും
ഭഗവാനും പരസ്പരം പുഞ്ചിരിച്ചു. ഈ കഥയിലെ ഗുണപാഠം: ഏതൊരു വ്യക്തിയും ഞാനെന്ന ഭാവം വെടിയണം. നമ്മുടെ കഴിവുകളെല്ലാം ഭഗവാൻ നൽകിയതാണ്. എന്തിനേറെ, പഞ്ചഭൂത നിർമ്മിതമായ ഈ ശരീരം പോലും ഭഗവാൻ നൽകിയതാണ്. നമ്മുടെ കടപ്പാട് എപ്പോഴും ഭഗവാനോടായിരിക്കണം. ഞാനെന്ന ഭാവം വെടിഞ്ഞ് മനസ്സിലും പ്രവൃത്തിയിലും നന്മകൾ നിറയുമ്പോൾ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമെന്ന് ആചാര്യന്മാരും ഗ്രന്ഥങ്ങളും അസന്നിഗ്ധമായി ഉദ്ഘോഷിച്ചിട്ടുണ്ട്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.